ഓക്കെ, സോ നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടുന്ന സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ച് ഏത് സ്മാർട്ട് വാച്ച് ആണ്, ഏത് കമ്പനിയുടെ ആണ്, പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, എന്താണ് പ്രൈസ്, അതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാം. സോ അതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ ഒരു ബ്ലാക്ക് ബോക്സിലാണ് ടാഗിൻ്റെ വെർവ് സ്മാർട്ട് വാച്ച് വരുന്നത്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 2-2.5 ആഴ്ചയായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും കണ്ടൻസ് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമുക്ക് ഈ ബോക്സിൽ കിട്ടുന്നത്. ഈ 4 ഐറ്റംസ് ആണ് ബോക്സിൽ വരുന്നത്. ഫസ്റ്റ് ഒബ്വിയസ്ലി മെയിൻ ബോഡിയാണ് വാച്ചിൻ്റെ. പിന്നെ സ്ട്രാപ്പ് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് ഇതിൻ്റെ മാനുവലും, പിന്നെ ബാക്കിയെല്ലാം ഫീഡ്ബാക്ക് ഡോക്യുമെൻറ്റേഷൻസ്. പിന്നെ ലാസ്റ്റ് ഫോർത്താണ് അതിൻ്റെ ചാർജിങ് പോഡുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ സ്ട്രാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യാം. സ്ട്രാപ്പിൻ്റെ ഫിറ്റിംഗ് വളരെ ഈസിയായ ഒരു പ്രോസസ്സാണ്. ഇവിടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പിന്ന് വെച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ പിന്നുള്ള ഏരിയ താഴേക്ക് പോകണം. സോ ഞാൻ എന്തായാലും ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത് കാണിക്കാം. സോ ഒരു സൈഡ് ഫിക്സ് ആയി, അടുത്ത സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡൺ. ഈ വാച്ചിൻ്റെ മെയിൻ ബോഡീൻ്റെ ഡിസൈൻ നോക്കിയാൽ മെറ്റൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ സിങ്ക് എലോയ് ബോഡിയാണ്. സോ നല്ല ഡ്യൂറബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിനിഷും പിന്നെ ഈ കാണുന്ന കോട്ടിങ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടിങ് തന്നെയാണ്. സോ അങ്ങനെ വെറുതെ പറഞ്ഞു പോകത്തൊന്നുമില്ല. ബാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻസർ ഉണ്ട്, പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ്. ഇവിടെ ബട്ടൺ ഉണ്ട്. സോ ഇവിടെ ബട്ടൺ പ്രസ് ചെയ്താൽ ഒരുപാട് സംഭവങ്ങൾ ആക്ടിവേറ്റ് ആവും. ഞാൻ അതെല്ലാം കാണിച്ചു തരാം. സോ ഇതാണ് ബേസിക്കലി മെയിൻ ബോഡി. നിങ്ങൾ സ്ട്രാപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രാപ്പ് സിലിക്കൺ സ്ട്രാപ്പാണ്. നല്ലൊരു സ്മൂത്ത് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കയ്യിൽ കെട്ടുമ്പോഴേക്കും അങ്ങനെ ഒരു ഭയങ്കരമായ ഫീലിങ്ങോ അങ്ങനെ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒന്നുമില്ല. നല്ല കംഫർട്ടബിൾ, നല്ല സ്മൂത്ത് ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വാച്ചിൻ്റെ മെയിൻ ബോഡി IP68 വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കേഷനോടാണ് വരുന്നത്. സോ വാട്ടർ പ്രൂഫ് ബോഡിയാണ്, പ്ലസ് സ്ട്രാപ്പും സിലിക്കൺ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രാപ്പിനൊന്നും പറ്റാൻ പോകുന്നില്ല. ബോഡിയും IP68 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് 50 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. സോ ആ ഒരു 50 ഗ്രാം വെയിറ്റ് മാത്രം ഉള്ളതുകൊണ്ടും പ്ലസ് ഈ ഒരു സ്മൂത്ത് ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളിത് ചിലപ്പം കെട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷേ ചിലപ്പോൾ പലപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട് എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടെന്ന്. കാരണം അത്രയും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പ്ലസ് ഒരു നല്ലൊരു സ്മൂത്ത് സിലിക്കോൺ ഫിനിഷും ഉണ്ട് ഇതിൻ്റെ സ്ട്രാപ്പിന്. ഇതാണ് മെയിൻ വാച്ച് ഫേസ്. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ ടൈമും ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നത്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത വാച്ച് ഫേസ് ആണ്. ഇതിൽ കുറേ ഡിഫോൾട്ടായ വാച്ച് ഫേസസ് ഒക്കെ ഉണ്ട്. അതായിരിക്കും നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് അല്ലായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം ഇതിൻ്റെ അകത്തുള്ള ഡിഫോൾട്ട് വാച്ച് ഫേസ് വേറെയാണ്. ഞാൻ എന്തായാലും ബാക്കി എല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ. ഇതിൻ്റെ ഡിസ്പ്ലേ 1.4 ഇഞ്ചിൻ്റെ അക്രോസ് 1.4 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ്. നല്ല കളർഫുള്ളായ നല്ല വൈബ്രൻറ്റ് പാനൽ തന്നെയാണ്. ഒരു പ്രശ്നമില്ല പാനലിൽ. നല്ല കളർഫുൾ പാനൽ തന്നെയാണ്. പിന്നെ കംപ്ലീറ്റ്ലി ടച്ച് സെൻസിറ്റീവ് ആണ്. സോ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും, ടച്ചും ചെയ്യാൻ പറ്റും. സോ ടാപ്പ് ആൻഡ് സ്വൈപ്പ് ഫീച്ചർ രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. പിന്നെ ഈ ഒരു വാച്ചിൽ മോഷൻ സെൻസറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വാച്ചിൻ്റെ സ്ക്രീൻ ഓഫ് ആയിരിക്കും. നിങ്ങൾക്ക് സമയം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതൊരു സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് ഓബ്വിയസ്ലി നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരു ആപ്പ് വേണം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൻ്റെ ഒരു QR കോഡ് ഈ ഫോണിൽ തന്നെ ഒരു സ്റ്റോർ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് സ്വൈപ്പ് ചെയ്ത് സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് QR കോഡ്. സോ ഇതിൻ്റെ മേളിൽ കാണുന്നതാണ് www.dcadsmart.com. സോ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ അതനുസരിച്ച് ആപ്പ് സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പ് തുറന്നു വരും. എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് പ്ലേ സ്റ്റോറിലാണ് തുറന്നു വന്നിരിക്കുന്നത്. ഇവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് വൈഫിറ്റ് ആപ്ലിക്കേഷൻ. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും നിങ്ങളുടെ ഇമെയിൽ ID യൂസ് ചെയ്തുകൊണ്ട്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഫോണും സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. സോ അതുകൊണ്ട് നമുക്ക് അലോ ചെയ്യാം. ഓക്കെ, അലോ ചോദിക്കുന്ന എല്ലാം അലോ ചെയ്ത് കൊടുത്തോളൂ. കാരണം എന്നാലേ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. ഇതാണ് വൈഫിറ്റ് ആപ്പിൻ്റെ ഹോം പേജ്. നമുക്ക് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാം. സോ ഡിവൈസ് അലോ. ഓക്കെ, ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് GPS വഴി ട്രാക്ക് ചെയ്യാൻ കഴിയും. സോ ഇനി ആഡ് ഡിവൈസ്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബ്ലൂടൂത്ത് ഓൾവേസ് ഓൺ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടെ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, പെയർ സക്സസ് എന്ന് കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഫുൾ ഫംഗ്ഷനാലിറ്റി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചും നിങ്ങളുടെ ഈ ആപ്പ് ഓൾവേസ് ലിങ്ക്ഡ് ആയിരിക്കണം ത്രൂ ബ്ലൂടൂത്ത്. അതിനുവേണ്ടി ഈ ഒരു ആപ്പിന് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം.
നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി സ്മാർട്ട് ഫോണിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഫോണിലേക്ക് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാം ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ ഇതാണ് വാച്ചിൻ്റെ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ക്ലോക്ക് സ്ക്രീൻ അല്ലെങ്കിൽ വാച്ച് ഫേസ് ഒക്കെ പറയാറുണ്ട്. നമുക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് കാണുന്നത് ഫൈൻഡ് ഫോണാണ്. സോ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് വാച്ചും ഫോണും ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണെങ്കിൽ, അത് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ മറന്നുപോയാൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ഒരു സൗണ്ട് വരും. നിങ്ങളുടെ കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോപ്പ് വാച്ച് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോപ്പ് വാച്ച് എന്താണ്. ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഏതെങ്കിലും ഓപ്ഷനിലേക്ക് കയറിയിട്ട് തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. സോ ഇതാണ് ഇവിടെ ന്യൂസ്, വെതർ, ഷട്ടർ, മ്യൂസിക്. ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ന്യൂസിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കാണിക്കും, വെതറിൽ വെതർ കാണിക്കും, മ്യൂസിക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോണിൻ്റെ മ്യൂസിക് സിസ്റ്റം, മ്യൂസിക് ആ ഒരു ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷട്ടർ വരെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ഹോം സ്ക്രീൻ. ഇവിടെ കുറേ മോഡ്സ് ഉണ്ട്. സോ സ്പോർട്ട് മോഡുണ്ട്. സ്പോർട്ട് മോഡ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് തുടങ്ങാം വാക്കിൽ നിന്ന്. ഓക്കെ, സോ വാക്കുണ്ട്, റൺ, സൈക്ലിംഗ്, ക്ലൈം, സ്വിം, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, യോഗ, സ്കിപ്പിംഗ്, ബാഡ്മിൻ്റൺ. സോ 10 ഒരു ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ച്. സോ നിങ്ങൾ ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓടാൻ വേണ്ടി പോവുകയാണെങ്കിൽ റൺ പ്രസ് ചെയ്ത് എന്നിട്ട് സ്റ്റാർട്ടായി. സോ ഇനി നിങ്ങൾ റണ്ണിങ്ങിന് പോയാൽ നിങ്ങളുടെ ഫുഡ് സ്റ്റെപ്പും നിങ്ങളുടെ ഒരു കാലറീസ് എത്രയാണ് ബേൺ ചെയ്തത് അതെല്ലാം കാണിക്കും. പ്ലസ് നിങ്ങൾ എത്ര കിലോമീറ്ററാണ് ഓടിയത്, നിങ്ങളുടെ ആവറേജ് ഹാർട്ട് ബീറ്റ് എത്രയായിരുന്നു, അതൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് ഹാർട്ട് ബീറ്റിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന മോണിറ്റർ ഉണ്ട്. ഓക്സിജൻ ലെവൽ, ബ്ലഡ് ഓക്സിജൻ ലെവൽ സെൻസ് ചെയ്യാനുള്ള മോണിറ്റർ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കഴിയുമ്പം നിങ്ങൾ ഓടി കഴിഞ്ഞെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇവിടെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഫിനിഷ്. സോ അത് ഡൺ ആയി. നെക്സ്റ്റ് ആണ് ഹാർട്ട് റേറ്റ്. സോ ഞാൻ ഇതിന് വേണ്ടി എനിക്കിത് വാച്ച് കെട്ടേണ്ടി വരും. ഞാൻ കെട്ടിയിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഒന്ന് നോക്കാം. ഓക്കെ, സോ യെസ്, സോ അത് ഒരു കുറച്ച് സെക്കൻഡ്സ് എടുക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. 84 ബീറ്റ്സ് പെർ മിനിറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്താൽ അത് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ആണ് ഓക്സിജൻ ലെവൽ. സോ നിങ്ങളുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിന്. സോ 98% ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ബ്രീതിൻ്റെ ഓപ്ഷനാണ്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബ്രീതിങ് പ്രാക്ടീസ് എന്തെങ്കിലും ഇൻഹെയിലും എക്സലേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ്. സോ ഞാൻ കാണിച്ചു തരാം. ബ്രീതിങ്. സോ മീഡിയം സെറ്റിങ്സ് ആണ്. സോ മീഡിയം ബ്രെത്ത് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും ഞാൻ ടച്ച് ചെയ്യട്ടെ. സോ ഇൻഹെയിൽ. സോ ബേസിക്കലി അതാണ്. നിങ്ങൾ 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മീഡിയം സെറ്റിങ്സിലായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇൻഹെയിലും എക്സൈലൊക്കെ വരുന്നത്. നിങ്ങൾ ഫാസ്റ്റ് ഇൻഹെയിൽ എക്സൈൽ ആയിരിക്കും. സോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം നമ്മുടെ സ്മാർട്ട് വാച്ചും സ്മാർട്ട് ഫോണും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പം ഏതൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വൈഫൈ ടാപ്പിൻ്റെ ഡിവൈസ് ടാബിലാണ്. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് റൺ പെർമിഷൻ. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. സോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരുന്നല്ലോ സെറ്റപ്പിൻ്റെ സമയത്ത്. സോ ഓൾറെഡി ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വാച്ച് ഫേസസ്. ഇതിനെയാണ് ബേസിക്കലി വാച്ച് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു ലേ ഔട്ട്, ഇതാണ് വാച്ചിൻ്റെ ഫേസ്. ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി താഴെ പോവുക, സെറ്റിങ്സ്. സോ സെറ്റിങ്സിൽ ഈ വക കാര്യങ്ങളാണ്. സോ സെറ്റിങ്സിലുള്ളത് വാച്ച് ഫേസ്, QR കോഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. തേർഡ് ആണ് സ്ക്രീൻ സ്ലീപ്പ്. സോ ഞാനിപ്പം കൂട്ടി വെച്ചിരിക്കുകയാണ്, കാരണം ഈ വീഡിയോന് വേണ്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് മെയിൻലി 5 സെക്കൻഡ് വെച്ചാൽ മതി. എൻ്റെ അർത്ഥമാണ് 5 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ ഒരു സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നെക്സ്റ്റ് ആണ് ബ്രൈറ്റ്നസ്. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഈ വീഡിയോ ആയതുകൊണ്ട് ഫുൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. രാത്രി ആകുമ്പോൾ നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ്. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ വാച്ച് ഫേസ് ഉണ്ട്. നമുക്ക് വാച്ച് ഫേസിൽ കയറി നോക്കാം. ഈ 4 വാച്ച് ഫേസസ് ആണ് മെയിൻലി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് കിട്ടുന്നത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാച്ച് ഫേസ് ത്രൂ ആപ്പാണ്. ആപ്പിൽ ഒരുപാട്
ഇഷ്ടം പോലെ രീതിയിലുള്ള പല പല പാറ്റേണിലുള്ള വാച്ച് ഫേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് മെയിൻലി. സോ നിങ്ങൾ മെയിൻലി എനിക്ക് വന്ന ഈ ഒരു വാച്ച് സ്വിച്ച് ഓൺ ചെയ്യുമ്പം ഈ ഒരു വാച്ച് ഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. സോ ഇതാണ് മെയിൻ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് ഉള്ള വാച്ച് ഫേസ്. അതുകൊണ്ടാണ് ഇവിടെ ആപ്പിലും ആ വാച്ച് ഫേസ് കാണിക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ആപ്പ് യൂസ് ചെയ്ത് പുതിയ വാച്ച് ഫേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഇവിടെ പോകാം, വാച്ച് ഫേസസ്. സോ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഇപ്പം വാച്ചിലുള്ള വാച്ച് ഫേസസ് ആണ് 1, 2, 3, 4, 5. നമുക്ക് വേറെ കസ്റ്റം മെയ്ഡ് വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. മോർ ഞാൻ പറഞ്ഞില്ല, ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ആണ് ഇവിടെ ഉള്ളത്. ഇവരുടെ ആ ഒരു ഡേറ്റാബേസിൽ ഒരുപാട് രീതിയിലുള്ള വാച്ച് ഫേസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, പുതിയ വാച്ച് ഫേസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം അത് ഇവിടെയും വന്നിട്ടുണ്ടെന്ന്. സോ ഓട്ടോമാറ്റിക്കലി അതാണ് സെലക്ട് ആയിരിക്കുന്നത്. നമുക്കിവിടെ ചെക്ക് ചെയ്യാം. സോ ഇവിടെയും അത് വന്നിട്ടുണ്ട്. സോ വളരെ ഫാസ്റ്റാണ്. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഉടൻ തന്നെ ഇവിടെ വരും. കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ടാണ്, റിയൽ ടൈമാണ് ചേഞ്ച് ആവുന്നത്. നെക്സ്റ്റ് ആണ് കോൾ റിമൈൻഡർ. സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി കോൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു വാച്ചിലും അതിൻ്റെ അത് വരും, ആരാ വിളിക്കുന്നത് അതെല്ലാം കാണിക്കും. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഫോണിലേക്ക് ഫോൺ വിളിച്ച് നോക്കാം. മറ്റു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. സോ ആ നമ്പറിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ഡിക്ലൈൻ ആൻസർ. എക്സാക്ട്ലി ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് പിക്കപ്പും ഡ്രോപ്പൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോൺ. നെക്സ്റ്റ് നമുക്ക് ആപ്പ് അലേർട്ട്സ് നോക്കാം. സോ ഇവിടെ പോയിട്ട് ഈ മെസ്സേജ് റിമൈൻഡിങ് എന്ന ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട് കിട്ടില്ല. സോ ഇത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ്റെ വേണമെങ്കിൽ അലേർട്ട്സ് ഓൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഫോർ എക്സാമ്പിൾ വാട്സാപ്പിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, സോ വാട്സാപ്പ് സ്വിച്ച് ഓൺ ആയി. ഇനി ഈ ഫോണിലേക്ക് വാട്സാപ്പ് മെസ്സേജ് വന്നാൽ അതിൻ്റെ ഒരു അലേർട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്ലസ് ആ ഒരു മെസ്സേജ് ഫുൾ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു മെസ്സേജ് അയക്കാൻ പോവാണ്. സെൻഡ്. സോ അതവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ റീഡും ചെയ്യാൻ പറ്റും. സോ നോട്ടിഫിക്കേഷൻ മാത്രമല്ല മെസ്സേജിൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യാൻ കഴിയും. ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജസ് പിന്നീട് എടുത്ത് നോക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലത്ത്, അതെ ഇത് ന്യൂസ്, ഇതാണ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇനി പഴയ മെസ്സേജ് എടുത്ത് നോക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് അയച്ച മെസ്സേജ്, പിന്നെ അതിന് മുന്നേ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, ഹൈ. സോ അതൊക്കെ നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ക്ലിയറും ചെയ്യാൻ പറ്റും. ഫുൾ സ്വൈപ്പ് ചെയ്താൽ ഓപ്ഷൻ കിട്ടും ക്ലിയർ ഓൾ. സോ ക്ലിയർ ഓൾ പ്രസ് ചെയ്താൽ പോയി. സോ എല്ലാ നോട്ടിഫിക്കേഷൻസും ക്ലിയർ ആയി. അതേ രീതിയിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ മ്യൂസിക് കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഇതുവഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബ് ആപ്പ് വഴി എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക് ആപ്പ് ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് ഈ മ്യൂസിക് ഇവിടെ നിങ്ങൾക്ക് ബാക്കും ഫോർവേഡ് പോകാൻ പറ്റും. ഞാൻ എന്തായാലും കാണിച്ചു തരാം. യൂട്യൂബിൻ്റെ ഞാൻ കാണിച്ചു തരാം. സോ യൂട്യൂബ് നമുക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് ബാക്ക് പോവാം, പ്ലേ ചെയ്ത് നോക്കാം. സോ വർക്കാവുന്നുണ്ട്, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് വീഡിയോ ചെയ്ത് നോക്കാം. സോ അതും വർക്കാവുന്നുണ്ട്, നോ ഇഷ്യൂസ്. സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൗണ്ട് കൂടുന്നുണ്ട്, സോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഫേംവെയർ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈസി ക്യാമറ ഉണ്ട്. ഈസി ക്യാമറ അലോ ചെയ്യണം. ഫോട്ടോസ് കണ്ടില്ലേ. സോ നിങ്ങൾക്ക് ഷേക്ക് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ സെയിം സംഭവം നിങ്ങൾക്ക് സ്മാർട്ട് വാച്ചിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ബാക്ക് പോവാം. സ്മാർട്ട് വാച്ചിൽ ഷട്ടർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷേക്ക് ടു സെൽഫി ആണ്. സോ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓപ്ഷൻ വന്നു. സോ ഇവിടുന്ന് ഫോണിൽ പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ iOS-ൽ ഈ ഓപ്ഷൻ ഇല്ല. iOS-ൽ നിങ്ങൾ മാനുവലി തന്നെ പോയി ക്യാമറ ഓൺ ചെയ്യേണ്ടി വരും. ആൻഡ്രോയിഡിൽ ഇവിടുന്ന് തന്നെ ഓൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ട്രാക്ക് ചെയ്ത ചില ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. സോ നിങ്ങൾ പോകേണ്ടത് സ്റ്റേറ്റസ് എന്ന ഈ ഒരു ടാബിലേക്കാണ്. സോ ഇത് ലാസ്റ്റ് വർക്കൗട്ടിൻ്റെ ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഔട്ട്ഡോർ ഞാനൊരു വാക്കിങ്ങിൻ്റെ ഒരു സംഭവം ചെയ്തിരുന്നു. സോ നിങ്ങളുടെ GPS-ൻ്റെ ഓൺ ആണെങ്കിൽ GPS-ൻ്റെ അതും കാണിക്കും നിങ്ങൾ. സോ വളരെ നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു GPS ട്രാക്കിംഗ്. അതേ രീതിയിൽ ഹാർട്ട് റേറ്റ് ഉണ്ട്. പിന്നെ സ്ലീപ്പ് ഞാൻ നോക്കിയിരുന്നു. സോ ഇതാണ് ബേസിക്കലി 7 hours 19 minutes ടോട്ടൽ സ്ലീപ്പ് ഡ്യൂറേഷൻ ആണ്. 2.5 മണിക്കൂറിൻ്റെ ഡീപ്പ് സ്ലീപ്പ്, പിന്നെ 4.25 മണിക്കൂറിൻ്റെ ഷാലോ സ്ലീപ്പായിരുന്നു. ബേസിക്കലി 1:20 AM to 8:39 AM ആയിരുന്നു എൻ്റെ സ്ലീപ്പ് ടൈം. ഈ ഒരു സ്ലീപ്പ് ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി രാത്രി 10 മണി തൊട്ട് അടുത്ത ദിവസം രാവിലെ 10 മണി വരെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും നിങ്ങളുടെ ഫോണിൽ. സോ നിങ്ങൾ ഈ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലീപ്പ് ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ചെയ്യും. കെട്ടിയിട്ടില്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യില്ല. സോ അതിനുവേണ്ടി സ്ലീപ്പ് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും സെറ്റിംഗ്സ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫോണിൻ്റെ വാച്ച് ഫേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെതർ കാണാൻ പറ്റുന്നുണ്ട്, എത്ര സ്റ്റെപ്സ് നിങ്ങൾ നടന്ന് ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. 57% ബാറ്ററിയാണ്, 84 BPM. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വാച്ച് ഫേസ് തന്നെ കാണാൻ കഴിയും. കുറച്ചുകൂടെ ഡീറ്റെയിൽസിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി.
സോ ഇത് സ്പോർട്സിൻ്റെ, സോ നമ്മളിപ്പം ടെസ്റ്റ് ചെയ്തില്ലേ കുറച്ച് നേരത്തേക്ക്, അതാണ് 29 സെക്കൻഡ് കാണിക്കുന്നത്. സ്പോർട്സിൻ്റെ സ്റ്റെപ്സ് 2937 ടോട്ടൽ സ്റ്റെപ്സാണ്. ഞാനിപ്പോൾ കാണിച്ചില്ലായിരുന്നു, അത് നടന്നത് ആ സംഭവമാണ്. പിന്നെ ഇതാണ് ഞാൻ കാണിച്ച സ്ലീപ്പ് ടൈമിൻ്റെ സംഭവം. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയും. സോ ടാഗ് എന്ന കമ്പനീൻ്റെ ഈ സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ ഇവർ പറയുന്ന ബാറ്ററി ബാക്കപ്പ് 10 ദിവസമാണ്. സോ നിങ്ങൾ മോഡറേറ്റ്ലി യൂസ് ചെയ്താൽ ഒരു 7-8 ദിവസം വരെ കൊണ്ടുപോകാൻ പറ്റും. അതല്ല നിങ്ങൾ എല്ലാ സെൻസേഴ്സ് യൂസ് ചെയ്ത്, സോ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററും സ്റ്റെപ്സും പിന്നെ GPS-ഉം പിന്നെ ഈ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ഇതെല്ലാം നിങ്ങൾ എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ മാക്സിമം 2 ദിവസം 2-2.5 ദിവസം അത്രയേ പോവുള്ളൂ. അതല്ല നിങ്ങൾ ഭയങ്കര ലെസ്സാണ് യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ടൈം നോക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ, പിന്നെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രീതിങ് എക്സസൈസോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നോർമലി ടൈം നോക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2-2.5 ആഴ്ച സുഖമായിട്ട് പോകും. ഓക്കെ, ഞാൻ ചാർജിങ്ങിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, ചാർജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ സ്മാർട്ട് വാച്ചിൻ്റെ ചാർജിങ് ഡോക്ക്. സോ ഇത് അലൈൻ ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. സോ ഇവിടെയുള്ള ഈ 2 ഡോട്ട്സ് കണ്ടോ മെറ്റൽ, സോ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു മെറ്റലും ഈ രണ്ടും അതിൽ അലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ചാർജിങ് പ്ലഗിലേക്ക് കുത്തി കൊടുത്താൽ മതി. സോ അത് ചാർജ് ആവുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, 57% ചാർജ് ഉണ്ട്. ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല, അത് ഓർക്കണം കേട്ടോ. സോ ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് മാത്രമേ അത് എടുത്ത് യൂസ് ചെയ്യാവൂ, കാരണം ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ടൈം കാണിക്കും, പക്ഷേ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് തിരിച്ചെടുക്കാൻ പോകും. ഇപ്പം ആപ്പിളിൻ്റെ വന്നിരുന്നല്ലോ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ്. സോ 45,000, 50,000, 60,000 ആ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പോയിൻ്റെ സ്മാർട്ട് വാച്ച് ഉണ്ട്, സാംസങ്ങിൻ്റെ ഉണ്ട്. സോ ഇതൊക്കെ ഈ ഒരു കമ്പനികളുടെ സ്മാർട്ട് വാച്ച് നല്ല റേറ്റ് ആണ്. സോ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ച്, എന്താണ് ഈ സ്മാർട്ട് വാച്ച്, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്, പിന്നെ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടിംഗ് ലെവലുള്ള സ്മാർട്ട് വാച്ചാണ് ടാഗിൻ്റെ വെർവ്. ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഇപ്പോഴത്തെ ആമസോൺ പ്രൈസാണ് ഏകദേശം 3,000 rupees ആണെന്ന് തോന്നുന്നു. സോ ആ ഒരു പ്രൈസ് ടാഗ് വെച്ച് നോക്കുമ്പോൾ, കാരണം ഇപ്പം വേറെ ഒരുപാട് കമ്പനികളുടെ റിസ്റ്റ് ബാൻഡ് പോലും ഈ പ്രൈസ് കാറ്റഗറി 2,999, 2,499 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സോ 3,000 rupees നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പം നല്ലൊരു പർച്ചേസ് തന്നെയായിരിക്കും ഈ ടാഗിൻ്റെ വെർവ് സ്മാർട്ട് വാച്ച്. എന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു, അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ബൈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.